തിരുവനന്തപുരം മൃഗശാലയിൽ ജീവനക്കാരനെ കടുവ ആക്രമിച്ചു. സൂപ്പർവൈസറായ രാമചന്ദ്രന്റെ തലയ്ക്ക് പരിക്കേറ്റു. കൂട് കഴുകുന്നതിനിടെയാണ് സംഭവം. രാമചന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. സനിസ ചേരുന്നു. സനിസ, എന്താണ് ഈ ജീവനക്കാരന്റെ ഇപ്പോഴത്തെ സ്ഥിതി? സൈഫുദ്ദീൻ ഇപ്പോൾ രാമചന്ദ്രൻ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ന് രാവിലെയോടെയാണ് സംഭവം ഉണ്ടായത്. ഈ മൃഗശാലയിൽ എല്ലാ ദിവസവും രാവിലെ ഈ മൃഗങ്ങളുടെ കൂട് കഴുകുന്നത് ഒരു സ്ഥിരം സംഭവമാണ്. പൊതുവെ ഈ കടുവയുടെ കൂട് പുറത്തു നിന്നാണ് കഴുകാറ്. ഇത്തരത്തിൽ കഴുകുന്ന സമയത്ത് ഈ കരടി ഇയാളെ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കാണ് ഇയാൾക്ക് ഈ നഖം കൊണ്ട് മുറിവേറ്റിരിക്കുന്നത്. ആദ്യം ഈ രാമചന്ദ്രനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഇത്തരത്തിൽ ഇയാൾക്ക് വിദഗ്ധ ചികിത്സ വേണമെന്നുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. പൊതുവെ ഈ കൂടുകൾ, ഇത്തരം മൃഗങ്ങളുടെ കൂടുകൾ കഴുകുന്നത് മൃഗശാലയിലെ ഒരു സാധാരണ സംഭവമാണ്. പക്ഷെ ഇത്തരത്തിലൊരു ആക്രമണം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. സൈഫുദ്ദീൻ, തീർച്ചയായും ഇത് സ്ഥിരമായി മൃഗങ്ങളെ പരിപാലിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും ഇതേ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ കടുവയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായി എന്നതാണ് ചോദ്യം. അതിനിപ്പോ മൃഗശാല അധികൃതരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വരുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇത്തരത്തിൽ എല്ലാ ദിവസവും ഈ കടുവയുടെ കൂട് ഈ സൂപ്പർവൈസർമാർ കഴുകുന്നതാണ്. പൊതുവെ ഈ പുറത്തു നിന്നാണ്, കൂടിന്റെ പുറത്തു നിന്നാണ് ഈ സൂപ്പർവൈസർമാർ ഈ കൂട് കഴുകാറുള്ളത്. ഒരു ആക്രമണത്തിനുള്ള സാധ്യതയില്ല. പക്ഷെ ഈ കൂടിന്റെ കമ്പിയിലൂടെ ഈ കടുവ കൈകളിട്ട് ഇയാളെ രാമചന്ദ്രനെ ആക്രമിക്കുകയായിരുന്നു. കൈകളിട്ട് തലയിൽ മാന്തുകയായിരുന്നു. എത്തരത്തിലുള്ള ഒരു അനാസ്ഥയാണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ മൃഗശാല സൂപ്രണ്ട് മഞ്ജു ദേവി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി മഞ്ജു ദേവി, എന്താണ് അവിടെ സംഭവിച്ചത്? ഹലോ, ആദ്യം എന്റെ പേരൊന്ന് തിരുത്തട്ടെ. എന്റെ പേര് മഞ്ജുള ദേവി എന്നാണ്. ഞാൻ മ്യൂസിയം മൃഗശാല ഡയറക്ടറാണ്. സംഭവ സ്ഥലത്ത് ഞാൻ പോയിരുന്നു. രാമേന്ദ്രനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കടുവയുടെ കൂട്ടില് അതിന് കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തില് എന്തോ പുറത്തുള്ള പദാർത്ഥം കണ്ടതുകൊണ്ട് അദ്ദേഹം കുനിഞ്ഞ് പുറത്തു നിന്നുകൊണ്ട് ഇത് മാറ്റുന്ന സമയത്താണ് അഴിയക്കിളിലൂടെ കടുവ കൈനീട്ടി അടിച്ചത്. അപ്പോൾ അതിന്റെ നഖം പ്രൊട്രാക്ടയിലായതുകൊണ്ട് അതിങ്ങനെ പുറത്തു വന്നതാണ്. അങ്ങനെയാണ് മുറിവുണ്ടായത്. ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ലോ അല്ലേ? സ്ഥിരമായി ഇങ്ങനെ തന്നെയല്ലേ അവരെ പരിപാലിക്കലും ഭക്ഷണം കൊടുക്കലും? പക്ഷെ കടുവ ഇങ്ങനെ കൈ നീട്ടി അടിക്കാൻ ടെൻഡൻസി ഉള്ള മൃഗം തന്നെയാണ് കടുവയും പുലിയും എല്ലാം. അത് നമ്മൾ പ്രതീക്ഷിക്കണം എപ്പോഴും. പക്ഷെ ഇത് കൂടിന് ഉള്ളിലായിരുന്നു, ദൂരെ ആയിരുന്നത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് വരുമെന്ന് രാമേന്ദ്രൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതിനിടയ്ക്ക് അത് ഓടി വന്നു. ഇദ്ദേഹത്തിന്റെ പരിക്കിപ്പോ ഗുരുതരമല്ല അല്ലേ? അല്ല, സാരമായിട്ടുള്ള പരിക്കല്ല. പിന്നെ നെറ്റിയിലുള്ള ഒരു മുറിവ് നീളത്തിനുള്ളത് കൊണ്ട് സ്റ്റിച്ച് ഇടേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ. ശരി, നന്ദി ശ്രീമതി മഞ്ജുള ദേവി.